ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പുന്നീസ് ലെഷർ ടൈം. ഇന്ന് ഞാനിത് ചക്ക വിളയിച്ചതാണ് കാണിക്കാൻ പോകുന്നത്. ഇത് പുറത്തുനിന്ന് വാങ്ങിയ ചക്കയൊന്നുമല്ല, ഇത് ഞങ്ങളുടെ പറമ്പിലെ പ്ലാവ് നിൽപ്പുണ്ട്. അതിൽ നിന്ന് വിട്ടുകൊണ്ട് വന്ന പഴുത്ത ഒരു വരിക്കച്ചക്കയാണിത്. ഇതൊരുപാട് വർഷമായിട്ട് നിൽക്കുന്നൊരു പ്ലാവാണ് ഞങ്ങൾക്ക്. പക്ഷേ ഇതുവരെ ഞങ്ങൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യമോ ഞങ്ങൾ അതിൽ നിന്ന് ചക്ക ഇട്ടിട്ടുള്ളൂ. ഇതുവരെ മറ്റുള്ളവരാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഞാൻ ഒരു ചക്ക എടുത്ത് വിളയിക്കാമെന്ന് കരുതി. ഈ നാട്ടിലില്ലാത്തവർക്ക് ചക്കയുടെ സീസൺ വരുമ്പോഴത്തേക്ക് വിളയിച്ച് വെച്ചാൽ പ്രയോജനപ്പെടുമല്ലോ. അവർക്ക് കഴിക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു സംഗതിയല്ലേ ചക്ക വിളയിക്കൽ. അത് കാരണം ഞാനത് തയ്യാറാക്കി വെക്കാമെന്ന് കരുതി. എല്ലാവരും പറയുകയും ചെയ്തു, ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് പ്ലാവിലെ ചക്ക തിന്നണമെന്ന് പറഞ്ഞു. അത് കാരണം പഴുത്ത് അവിടെ വെച്ചുകൊണ്ടിരുന്നാൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും. അത് കാരണം ഞാനത് ശർക്കരയൊക്കെ ഇട്ട് വിളയിച്ച് വെക്കാമെന്ന് കരുതി. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇന്ന് വീഡിയോ ആയിട്ട് ഇടുന്നത്. അതിനുവേണ്ടി ഞാൻ കത്തികളും എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇതെൻ്റെ കണ്ടോ, ചക്ക മുറിക്കാനായിട്ടൊരു കത്തി, ചക്കയുടെ പൊല്ല പറിക്കാനായിട്ട് കത്തി, എണ്ണ, പ്ലേറ്റ്, ചക്ക പറിച്ചിടാനായിട്ട് പ്ലേറ്റ് എല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, നല്ല ഒന്നാന്തരം സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഒന്നാന്തരം വിളഞ്ഞ ചക്കയാണ്. ഞങ്ങളുടെ അമ്മച്ചി പ്ലാവിലെ ചക്കയാണ്. കണ്ടോ, നല്ല ജാക്ക് ഫ്രൂട്ടാണിത്. നല്ല മണവും നല്ല ഇത് രുചിയുമാണിതിന്. നല്ല മധുരമാണിതിന്, നല്ല മധുരം, നല്ല വലിയ ചുളയാണ്. ഞാൻ മുറിക്കുമ്പോൾ ഇത് കാണിച്ചു തരാം നിങ്ങളെ. അധികം പൊല്ലകളൊന്നും ഇല്ല ഇതിന്. ഞാനിതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ചക്ക വിളയിക്കുന്നതും എല്ലാം കാണിച്ചു തരാം കേട്ടോ. നമുക്ക് മുറിക്കാം, ചക്ക മുറിക്കാം. ഓക്കേ. കണ്ടോ എങ്ങനെയുണ്ട്? കണ്ടോ, നല്ല വിളഞ്ഞ് മുറ്റിയ നല്ല മധുരമുള്ള പൊല്ലകളൊന്നും ഇല്ലാത്ത ഇടതൂർന്ന ചുളകളുള്ള വരിക്കച്ചക്കയാണിത്. ഓരോ ഫലങ്ങളും കഴിക്കുന്നവൻ്റെ പേര് അതിലെഴുതി വെച്ചിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഞങ്ങൾ ആർക്കൊക്കെ കൊടുക്കുന്നുണ്ടോ, ആരൊക്കെ പറിക്കുന്നുണ്ടോ അവരൊക്കെ പേരുകളും ആ ഫലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. അതുകൊണ്ടായിരിക്കണമല്ലോ നമ്മുടെ പറമ്പിൽ നിന്നും അവർ ഓരോരുത്തർ വന്ന് അവരുടെ ആവശ്യാനുസരണം ഇട്ടുകൊണ്ട് പോകുന്നത്, കഴിക്കുന്നത്. ഓക്കെ, ഞാൻ ഇനി ചുളകളെല്ലാമായിട്ട് പറിച്ച് മാറ്റിയിട്ട് കാണിച്ചു തരാം നിങ്ങളെ. എല്ലാവരും പറയും ഇതിൻ്റെ വലിപ്പവും വെയിറ്റും ഒന്നും പറയരുതെന്ന്. പക്ഷേ ഞങ്ങളുടെ അമ്മച്ചി പ്ലാവിൻ്റെ ചക്കയുടെ വെയിറ്റ് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം, കണ്ടിരിക്കണം. എനിക്ക് നിർബന്ധമാണത്. ഈ പകുതി തന്നെ എനിക്കിത് കട്ട് ചെയ്ത് പൊക്കി മാറ്റി വെക്കാനായിട്ട് പ്രയാസമാണ്. 4/1 ഭാഗം കണ്ടോ, ഇതിൻ്റെ കുരു നോക്കിക്കേ. ചക്കയുടെ മധുരത്തിൻ്റെയും ആ തേനിൻ്റെ സ്മെല്ലൊക്കെ ചെന്നിട്ട് ആ വേട്ടാളം വന്നിരിക്കുന്നുണ്ടോ. ഇത് വന്ന് വട്ടമിട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോ.
കണ്ട ഇതുപോലെ നൈസായിട്ട് പൊല്ലയെല്ലാം കളഞ്ഞ് ചുളയ്ക്കകത്തുള്ള കുരുവും ഞൊടിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഒരിക്കലും ചക്ക കഴുകരുത് കേട്ടോ. വിളയിച്ച് വെക്കാനുള്ള ചക്കയാണെങ്കിൽ കഴുകരുത് കേട്ടോ. ചക്ക മുറിക്കുമ്പം തന്നെ നല്ല നീറ്റായിട്ട് മുറിച്ച് കൈയെല്ലാം വൃത്തിയാക്കി എണ്ണ തൂത്ത് വേണം ചക്ക മുറിച്ചെടുക്കാനായിട്ട്. ചക്ക പിന്നെ ചുളയൊന്നും കഴുകിയെടുക്കരുത്. പക്ഷെ ഞാൻ വരട്ടുന്നത് ഇങ്ങനെയാണ്. നൈസായിട്ട് കീറിയെടുത്ത് ശർക്കര പാനിയാക്കി ഏലക്കയും ജീരകവും എല്ലാം പൊടിച്ച് ചേർത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ചേർത്ത് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിനി ഏലക്കയും നല്ല ജീരകമൊക്കെ വറുത്ത് പൊടിച്ച് എടുക്കാം. ഒരു തവ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് തീ കത്തിക്കാം. നല്ല ജീരകം അത് മൂത്തിട്ടിട്ടുണ്ട്. നമുക്കിനി അത് പൊടിച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വാർത്ത് വയ്ക്കാം. നെയ്യിൽ വാർത്ത് വയ്ക്കണം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും മൂത്ത് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കാം. നമുക്ക് ഇറക്കി അരിച്ചെടുക്കാം. ഇത് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചു. ഇനി നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം ഉരുളിയിലേക്ക്. വേവിച്ചെടുക്കാം. ശർക്കര പാനിയാക്കിയതും നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഏലക്കയും ജീരകപ്പൊടിയെല്ലാം നമ്മൾ പൊടിച്ച് വെച്ചിരുന്നല്ലോ, വറുത്ത് പൊടിച്ച് അത് ചേർക്കുകയാണ്.
നെയ്ക്കകത്ത് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയെല്ലാം ഞാൻ ചേർക്കുകയാണ്. ഇനി ഒരുപാട് സമയം ഇതിനകത്തിട്ട് വരട്ടേണ്ടതായിട്ടുണ്ട്. എന്നാലും ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ടൈറ്റാക്കി എടുക്കണം. ഇത് എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അത് കുറേ നാൾ ഇരിക്കത്തുള്ളൂ. ചക്കയുടെ സീസൺ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ വരട്ടിയും എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീസൺ അല്ലാത്തപ്പോൾ എന്തെങ്കിലും എടുത്ത് ഇത് ഇങ്ങനെ കഴിക്കുകയോ അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കുറച്ച് ബുദ്ധിമുട്ടണമെന്നേ ഉള്ളൂ. ബുദ്ധിമുട്ടിയാൽ നമുക്ക് ഏത് കാര്യത്തിനും ബുദ്ധിമുട്ടില്ലാതെ കാര്യം നടക്കില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്ന സ്ഥാനത്തെത്താനായിട്ട് ബുദ്ധിമുട്ടൊന്നും നമുക്കൊരു പ്രശ്നമേ ആവില്ല. എനിക്കിത് കുറച്ച് പേർക്ക് കൊടുത്തവരെ കഴിപ്പിക്കണമെന്നുണ്ട്. എനിക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. എനിക്ക് നന്നായിട്ട് പാകപ്പെടുത്തിയെടുക്കണമെന്നാണ് ആഗ്രഹം. കാരണം ഞാൻ പ്രാർത്ഥനയോടുകൂടെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. നന്നായിട്ട് ടേസ്റ്റോടുകൂടി എടുക്കാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്ക്. നന്നായിട്ട് കറക്റ്റ് പാകത്തിന് കിട്ടി ടേസ്റ്റോടുകൂടെ കഴിക്കാൻ സാധിക്കണേ, കഴിക്കുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനയോടുകൂടെ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലെ ജലാംശം വറ്റും തോറും ഈ ശർക്കരയും പിന്നെ നെയ്യും കൂടെ ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ അത് വെട്ടി തിളച്ച് തെറിക്കാം. അത് കാരണം ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ശരിക്ക് ടൈറ്റാകണം. ഇത് വെള്ളം വറ്റിയിട്ട് ജലാംശം എല്ലാം വറ്റിച്ച് ശരിക്ക് ടൈറ്റാകണം, എന്നാലേ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വന്നു. അത് അടിയിൽ പിടിക്കാതൊക്കെ ചെയ്യണ്ടേ. അത് കാരണം നന്നായിട്ട് ബുദ്ധിമുട്ടി. ഇനിയും ടൈറ്റാകാനുണ്ട്. ശരിക്ക് ടൈറ്റായിപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? ഇങ്ങനെ വേണം ചക്ക വിളയിച്ചെടുക്കാനായിട്ട്. ഇത് എയർ ടൈറ്റായ പാത്രത്തിൽ തണുപ്പിച്ച് വേണം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടുക. ഇത്രയും നേരം വീഡിയോയ്ക്ക് ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി, അത് കാരണം ക്ഷമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ക്ഷമയോടെ ഇരുന്നതിന് താങ്ക് യു ഫോർ വാച്ചിങ്.